ഏറ്റവും സാമാന്യമായി നമ്മുടെ മനസ്സിലേക്ക് ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ടല്ലോ. നമ്മൾ ചോദിക്കുകയാണ്, ഇപ്പോൾ ഇവർ പറയുന്നു, നരേന്ദ്രമോദി അല്ലെങ്കിൽ BJP പറയുന്നത് വനിതാ സംവരണ ഭേദഗതി ബില്ലിനെ പ്രതിപക്ഷം എതിർത്തപ്പോൾ വനിതകളെ എതിർക്കുകയാണ് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അവർ നടത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി നമുക്ക് ചോദ്യം വരില്ല, എന്തിനാണ് ഈ വനിതാ സംവരണ ഭേദഗതി ബില്ല് കൊണ്ടുവരുവാൻ ഈ മണ്ഡല പുനർനിർണ്ണയം ഇത്ര സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ, ഇത്ര മണ്ഡലങ്ങൾ ഇത്ര എവിടേക്ക് എത്തിയാൽ മാത്രമേ ഈ വനിതാ സംവരണ ഭേദഗതി ബില്ല് സാധ്യമാവുകയുള്ളൂ എന്നൊരു നിർബന്ധം എന്തിനാണ്? വനിതകളല്ലേ, അവർക്ക് പ്രാതിനിധ്യം ലഭിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? അപ്പോൾ നിലവിലുള്ള സിസ്റ്റത്തിൽ തന്നെ നടപ്പിലാക്കാൻ സാധിക്കുമല്ലോ. എന്തിനാണ് അവിടെ ഇങ്ങനെ ഒരു മണ്ഡല പുനർനിർണ്ണയം വേണമെന്നുള്ള നിർബന്ധം? അത് സ്വാഭാവികമായി എല്ലാവരിലേക്കും ഉയർന്നൊരു സംശയമാണ്. അതിന് ഉത്തരം പറയുവാൻ ശ്രമിക്കാതെ, അല്ലെങ്കിൽ അതിന് കൃത്യമായ ഒരു ഉത്തരം നൽകാതെ ഇത്തരത്തിൽ പ്രതിപക്ഷത്തെ എതിർത്തുകൊണ്ട്, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ, ഇന്ത്യ സഖ്യത്തിൻ്റെ എല്ലാ പാർട്ടികളും ഈ ബില്ലിനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് വോട്ട് ചെയ്ത എല്ലാവരും രാജ്യത്തെ സ്ത്രീകളോട് വളരെ വലിയ തരത്തിലുള്ള തെറ്റ് ചെയ്തു എന്ന് പറയാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി ഇവിടുത്തെ സ്ത്രീകളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. ഇന്ത്യയിലെ സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരിക്കലും, സ്ത്രീകൾ മാത്രമല്ല എല്ലാ പുരുഷന്മാരും കാര്യങ്ങൾ വളരെ വ്യക്തവും സ്പഷ്ടവുമായ രീതിയിൽ മനസ്സിലാക്കുവാൻ സാധ്യതയുള്ള, മനസ്സിലാക്കുന്നവരാണ്. പ്രത്യേകിച്ചും കേരളത്തിലുള്ളവർ. അവർ എന്തായാലും ഇതിൻ്റെ പേരിലൊന്നും മാറി ചിന്തിക്കുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. നമുക്ക് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ, വിവരങ്ങൾ കൂടുതലും വിശദമായി അറിയേണ്ടതുണ്ട്. കാരണം വരും ദിവസങ്ങളിൽ ഇതൊരു വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും BJP ഈ വിഷയത്തെ ഇങ്ങനൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുവാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധം വളരെ വലിയ തരത്തിൽ ഉയരുകയാണ്. തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനം എന്ന് തന്നെ CPM ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വനിതാ സംവരണ ബില്ലിന്റെ മറവിൽ മണ്ഡല പുനർനിർണ്ണയം നടത്തുവാനുള്ള നീക്കം പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഈ ബംഗാൾ, തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ വനിതാ വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്നലെ പ്രധാനമന്ത്രി അഭിസംബോധന നടത്തിയത്. അവിടെ ഇപ്പോൾ ഈ വരുന്ന വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം അവിടുത്തെ ആളുകളുടെ മനസ്സിലുണ്ടാവണം. അങ്ങനെ അവർ വോട്ടിങ്ങിൽ അത് പ്രതിഫലിപ്പിക്കണം എന്ന കൃത്യമായ ബോധ്യത്തോടു കൂടിയായിരുന്നു ഇന്നലത്തെ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും സ്ത്രീ ശക്തിയെ എതിർത്ത പ്രതിപക്ഷത്തിന് രാജ്യത്തെ വനിതകൾ മറുപടി നൽകും എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. പ്രസംഗത്തിലുടനീളം കോൺഗ്രസ്, TMC, DMK പാർട്ടികളുടെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുമ്പോൾ അത് വളരെ വലിയ തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയിലേക്കൊരു പ്രധാനമന്ത്രി പോയ കാഴ്ച കൂടിയാണ് നമ്മൾ കണ്ടത്. നമുക്ക് എന്തായാലും ഈ വാർത്തയുടെ വിശദമായ വിവരങ്ങൾ ഫെമിനയിൽ നിന്നും ചോദിച്ചറിയാം. ഫെമിന നമ്മളോടൊപ്പം ചേരുന്ന ഒരു സമയം കൂടിയാണിത്. കാരണം അവരുൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ അവിടെ കൃത്യമായി അവിടെയുള്ള ഓരോരുത്തരുടെയും പ്രതികരണങ്ങൾ കണ്ട് അവിടെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ നമുക്ക് നേരെ ഫെമിനയിലേക്ക് തന്നെ പോകാം. ഫെമിന, ഗുഡ് മോർണിംഗ്. ഇന്നലെ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത അത്രയും സമയം രാജ്യത്തെ പ്രതിപക്ഷത്തെ നിശിതമായി വിമർശിക്കുക, അത് ഈ ബംഗാളിലും തമിഴ്നാട്ടിലും നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതിഫലനം ഉണ്ടാക്കുക, ആ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളത് മാത്രമായിരുന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായും ഈ വനിതാ സംവരണ ബില്ലിന്റെ മറവിൽ ഒരു മണ്ഡല പുനർനിർണ്ണയം നടപ്പിലാക്കാനുള്ളത് തന്നെയായിരുന്നു കേന്ദ്രത്തിന്റെ ലക്ഷ്യം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ഒരുമിച്ച് നിൽക്കുകയും ഈ ബില്ലിനെ പരാജയപ്പെടുത്തുകയും ചെയ്തത്. എന്നാൽ BJPയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിനൊരു എന്തായാലും പാർലമെന്റിൽ 3/2 ഭൂരിപക്ഷമില്ല എന്ന് നേരത്തെ തന്നെ BJPക്ക് അറിയാമായിരുന്നു. പക്ഷേ ഈ ഒരു വിഷയത്തെ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മുൻനിർത്തി പ്രചാരണം നടത്തുക എന്നത് തന്നെയായിരുന്നു BJPയുടെ ലക്ഷ്യം. അത് തന്നെയാണ് ഇന്നലെ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തതിലൂടെ വ്യക്തമാകുന്നത്. ഇന്നലെ ഈ പ്രത്യേകിച്ച് കോൺഗ്രസ്, അതുപോലെ തന്നെ DMK, TMC തുടങ്ങിയിട്ടുള്ള പാർട്ടികളുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ടാണ് രാജ്യത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തത്. അത് ഒരുപക്ഷെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിൽ ഒരു പ്രധാനമന്ത്രി രാജ്യത്തെ ഔദ്യോഗികമായിട്ട് അഭിസംബോധന ചെയ്യുമ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പേരെടുത്ത് വിമർശിക്കുക എന്ന് പറയുന്നത് നമുക്ക് പരിചിതമായിട്ടുള്ള കാര്യമല്ല. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിച്ചത് ഈ ഒരു വിഷയത്തെ, അല്ലെങ്കിൽ വനിതാ സംവരണ ബില്ലിന്റെ മറവിൽ ഇതൊരു വനിതാ സംവരണം നടപ്പിലാക്കാത്തത് പ്രതിപക്ഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു. പക്ഷെ കൃത്യമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രതിപക്ഷ അംഗങ്ങൾ, ഇന്ത്യ സഖ്യത്തിലെ നേതാക്കള്, CPM നേതാക്കൾ എല്ലാവരും ഒരുപോലെ ഒരേ ശബ്ദത്തിൽ പറഞ്ഞിരുന്നത് ഞങ്ങൾ വനിതാ സംവരണത്തിനെതിരല്ല. വനിതാ സംവരണം 2023 എല്ലാ MP-മാരും ഏകകണ്ഠേന പാർലമെന്റിൽ പാസാക്കിയെന്നാണ്. പക്ഷേ ഈ വനിതാ സംവരണ ബില്ലിന്റെ മറവിൽ മണ്ഡല പുനർനിർണ്ണയം നടപ്പിലാക്കാനുള്ള, അതും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ യാതൊരു കൂടിയാലോചനകളുമില്ലാതെ, ഒരു സർവകക്ഷി യോഗം പോലും വിളിക്കാതെ ഇത്തരത്തിൽ മണ്ഡല പുനർനിർണ്ണയം നടത്തുന്നതിനാണ് തങ്ങൾ എതിരെന്നും, എന്തുകൊണ്ട് നിലവിലുള്ള 543 സീറ്റുകളിൽ എന്തുകൊണ്ട് വനിതാ സംവരണം നടപ്പിലാക്കിക്കൂടാ എന്നുമുള്ള ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. എന്നാൽ അതിനുള്ള മറുപടി കേന്ദ്രത്തിലുണ്ടായിരുന്നില്ല. മറിച്ച് ഈ വനിതാ സംവരണ ബില്ലിന്റെ മറവിൽ എത്രയും വേഗം മണ്ഡല പുനർനിർണ്ണയം നടത്താനുള്ള ഒരു ശ്രമമായിരുന്നു കേന്ദ്രം നടത്തിയത്. അതിനു വേണ്ടിയിട്ടാണ് ഭരണ ഭേദഗതി ബില്ലുകൾ അവതരിപ്പിക്കപ്പെട്ടത്.
എന്നാൽ പ്രതിപക്ഷം ഒരുമിച്ച് നിൽക്കുകയും അതിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അതിൽ വിരളി പൂണ്ടാണ് പ്രധാനമന്ത്രി ഇന്നലെ രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. രാഷ്ട്രീയ പാർട്ടികളെ നിശ്ചിതമായി വിമർശിച്ചു. ഇന്നലെ മല്ലികാർജ്ജുൻ ഖാർഗെ മോദിയുടെ പ്രസംഗത്തിന് ശേഷം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മോദി ഈ പ്രസംഗത്തിൽ സ്ത്രീകൾ എന്ന വാക്ക് ഉപയോഗിച്ചതിനേക്കാൾ കൂടുതൽ ഉപയോഗിച്ചത് രാഷ്ട്രീയ പാർട്ടികളുടെ പേരാണ്. അതിനർത്ഥം ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തുക എന്നത് തന്നെയായിരുന്നു മോദിയുടെ ലക്ഷ്യം. പ്രത്യേകിച്ച് DMK തമിഴ്നാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചു എന്നും തൃണമൂൽ കോൺഗ്രസ് ഇത്തരത്തിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കത്തെ പരാജയപ്പെടുത്തി എന്നുമുള്ള തരത്തിലുള്ള വിമർശനങ്ങളാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൽ നിന്നും വ്യക്തമാണ് തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തുക, സ്ത്രീകൾക്ക് എതിരാണ് പ്രതിപക്ഷം എന്നൊരു നെഗറ്റീവ് സൃഷ്ടിച്ചെടുക്കുക എന്നത് തന്നെയായിരുന്നു BJPയുടെ ലക്ഷ്യം. അതിനുവേണ്ടി തന്നെയാണ് അവർ ശ്രമിച്ചത്. കാരണം പാർലമെന്റിൽ 3-2 ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും അതൊരിക്കലും നിയമസഭ ഈ ബില്ല് ലോക്സഭയിൽ ഈ ബില്ല് പാസ്സാകില്ല എന്നറിഞ്ഞിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഈ ബില്ല് പരാജയപ്പെട്ടതിനെ തുടർന്ന് BJP MPമാരെല്ലാം ഈ പ്രതിപക്ഷ പാർട്ടികൾ വനിതാ സമ്മേളനത്തിനെതിരാണ് എന്ന തരത്തിൽ പ്ലക്കാർഡുകളും പിടിച്ചാണ് പ്രതിഷേധം നടത്തിയത്. അപ്പോൾ ില്ല എന്നറിഞ്ഞിട്ടും വനിതാ സംവരണത്തിന് പ്രതിപക്ഷം എതിരാണ് എന്നുള്ള ഒരു നെഗറ്റീവ് സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് BJP നടത്തിയത്. അതിന്റെ തുടർച്ചയായിട്ടാണ് പ്രധാനമന്ത്രി ഇന്നലെ രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. രാജ്യത്തെ സ്ത്രീകൾ പ്രതിപക്ഷത്തോട് ക്ഷമിക്കില്ല എന്ന തരത്തിലൊക്കെയുള്ള ഒരു പ്രസംഗമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് വിഷയത്തെ വഴിതിരിച്ചുവിടാനും രാജ്യത്തെ ജനങ്ങളെ പ്രത്യേകിച്ച് സ്ത്രീകളെ കബളിപ്പിക്കാനുമുള്ള ഒരു ശ്രമമാണ് BJPയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിന് നേതൃത്വം കൊടുക്കുകയായിരുന്നു. എന്നാൽ പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ട് ഈ നിലവിലുള്ള സീറ്റുകളിൽ വനിതാ സംവരണം നടപ്പിലാക്കിക്കൂടാ എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. മാത്രവുമല്ല, ഈ വനിതാ സംവരണത്തിൽ നിന്ന് മണ്ഡല പുനർനിർണയത്തെ ഒഴിവാക്കിക്കൊണ്ട് എന്തുകൊണ്ട് വനിതാ സംവരണം നടത്തിക്കൂടാ എന്നതിന് പ്രധാനമന്ത്രിക്ക് ഉത്തരവില്ല. മാത്രവുമല്ല, 2011 സെൻസസ് അനുസരിച്ചാണ് വനിതാ സംവരണം നടപ്പിലാക്കുന്നത്. ഏറ്റവും 2021 സെൻസസ് നടത്തിയിരുന്ന സെൻസസ് വൈകിപ്പിച്ചത് കേന്ദ്രമാണ്. മാത്രവുമല്ല, കാസ്റ്റ് സെൻസസ് നടത്തുന്നത് ഒഴിവാക്കാനാണ് ഇത്രയും തുടക്കം പിടിച്ച് 2011 സെൻസസ് അനുസരിച്ച് ഈ വനിതാ സംവരണം നടപ്പിലാക്കാൻ കേന്ദ്രം ഒരുങ്ങുന്നത് എന്ന വലിയ വിമർശനമുണ്ടായിരുന്നു. ഇതിനൊന്നും വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകാനായിട്ട് കേന്ദ്രത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇലക്ഷൻ നടക്കുന്ന സാഹചര്യത്തിൽ സ്ത്രീകൾക്കെതിരാണ് പ്രതിപക്ഷം ഒരു നെഗറ്റീവ് സൃഷ്ടിച്ചെടുക്കാനായിട്ട് കേന്ദ്രം ശ്രമിക്കുന്നത്. പ്രതിപക്ഷം ഒരിക്കലും സ്ത്രീകൾക്കെതിരല്ല എന്നും മറിച്ച് സ്ത്രീകളുടെ വനിതാ സംവരണത്തിനല്ലേ എതിരെ, മറിച്ച് ഈ മണ്ഡല പുനർനിർണയം നടത്താൻ അതും യാതൊരു ചർച്ചകളുമില്ലാതെ വനിതാ സംവരണത്തിന്റെ മറവിൽ മണ്ഡല പുനർനിർണയം നടത്താനുള്ള ഒരു നീക്കത്തെയാണ് എതിർത്തത്. മാത്രമല്ല, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിക്കുന്ന ഒരു ബില്ലാണ് ഈ മണ്ഡല പുനർനിർണയത്തിന്റെ പേരിൽ മണ്ഡല പുനർനിർണയ ബില്ല് എന്ന് പറയുന്നത്. അതിൽ 50% സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നാണ് കേന്ദ്രം അവകാശപ്പെടുന്നത് എങ്കിൽ പോലും ബില്ലിൽ ഒരിടത്തും അത്തരത്തിൽ പരാമർശമില്ല. അപ്പോൾ ഇതിനെല്ലാം പ്രതിപക്ഷം ലോക്സഭയിൽ ചോദ്യം ചെയ്യുകയുണ്ടായി. അപ്പോൾ 50% സീറ്റുകളുടെ വർദ്ധിക്കുമെന്ന് ഞാൻ എഴുതിയാൽ ഇപ്പോൾ നിങ്ങൾ അംഗീകരിക്കുമോ എന്നാണ് അമിത്ഷാ ചോദിച്ചത്. പക്ഷേ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആശങ്കകൾ എന്തുകൊണ്ട് ബില്ല് മുൻപോട്ട് വെക്കുന്നതിന് മുമ്പ് ബില്ല് സഭയിൽ വെക്കുന്നതിന് മുൻപ് പരിഗണിക്കപ്പെട്ടില്ല എന്നൊരു ചോദ്യമുണ്ട്. 50% സീറ്റ് വർധനവ് എന്ന് പറയുന്നത് BJPയുടെ ഒരു പാഴ്വാക്ക് മാത്രമാണ് എന്ന് വ്യക്തമാകുന്നതായിരുന്നു. ബില്ലിൽ ഒരിടത്തും 50% സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്നൊരു പരാമർശമില്ല. അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാത്ത, അവരെ കേൾക്കാത്തൊരു ബില്ലായിരുന്നു കേന്ദ്രം മുൻപോട്ട് വെച്ചത്. അതിനെയാണ് പ്രതിപക്ഷം ഒരുമിച്ച് നിന്ന് പരാജയപ്പെടുത്തിയത്. പക്ഷേ ഈ ഒരു ബില്ലിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമമാണ് പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടായത്. അത് തന്നെയായിരുന്നു ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്നും വ്യക്തമായത്. ശരി ഫെമിന പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ ലക്ഷ്യം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഏതൊരാൾക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു നീക്കമായിരുന്നു ഇന്നലെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്.